ആരുമില്ല. നീ ഒരു ദിവസേ നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ചത്താ മതിയായിരുന്നു, ഇങ്ങനെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. നമ്മുടെ പേരെന്തുവാ? ശ്യാമള ചേച്ചിയെ ഇപ്പൊ യേശു ഒരു സൗഖ്യം തരാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ ആദരം തുറന്നൊന്ന് വിളിച്ചേ. ഞാൻ ഇന്ന് രാവിലെ ഒരു വെളിപ്പാട് കാണുക. ഈ അമ്മയുടെ സന്ധിവാദത്തെ ദൈവം സൗഖ്യമാക്കാൻ പോവാ. നിന്റെ വീടിനകത്ത് ഒരു എഴുത്തുണ്ട് കേട്ടോ. ആ എഴുത്ത് ഇങ്ങനെയാ, രണ്ടും മരണം എഴുതിയേക്കുക. ഒന്നാമത്തെ മരണം നിന്റെ ഭർത്താവിന്റെ, രണ്ടാമത്തെ മരണം നിന്റേത്. അങ്ങനെ രണ്ടും മരണം എഴുതിയേക്കുക. കർത്താവിനോട് പറയുക, നിന്റെ മരണത്തെ ക്യാൻസൽ ചെയ്യാൻ യേശു എന്നോട് പറയുക. കൈയടിച്ച് സഭയൊരു സ്തോത്രം പറഞ്ഞേ. മരണമെന്നൊരു എഴുതിയേക്കുക. ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായി? ഓർമ്മയുണ്ടോ? ഒത്തിരി വർഷമായി. ആരുമില്ല. താമസിക്കുന്ന വീട് സ്വന്തമാണോ? നിങ്ങൾ കേട്ടോ, നിസ്സഹായ സന്ധിവാദ. ഇന്ന് സൗഖ്യാവും. യേശു വിടുവിച്ചങ്ങ് വിടും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാവും. അമ്മ ഇപ്പൊ ഇവിടെ കൂടെ ഓടി നടക്കാൻ പോവാ. യേശു അമ്മയെ സൗഖ്യമാക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആദരം തുറന്ന് ഈ നാമത്തെ ഒന്ന് വിളിച്ച് ഇന്ന് രാവിലെ യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ മനസ്സിലാകുന്നവർ ആ രണ്ട് കരങ്ങളെ തട്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് ഓടി വന്നേ. ഒന്ന് കൈയടിച്ച് യേശുവേ ഉറക്കെ വിളിച്ചേ. 4 മാസം മുമ്പ് സന്ധിവാദം വന്ന് എല്ലാം അങ്ങേ അറ്റം വരെ പോയിട്ട് കൊണ്ടൊന്ന് ഓടി വന്നേ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. ഇന്ന് തൊട്ട് പരസഹായമില്ലാതെ നീ ഓടി നടക്കും. ദൈവം നിനക്ക് ആരോഗ്യം തരും. നിന്റെ സ്ഥിതിഗതികളെ മാറ്റും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. മക്കളെ, ദൈവത്തെ പറഞ്ഞു കൊടുക്കണം. നിനക്ക് ഒരു പ്രതിസന്ധി ഉണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞതെന്നാന്നറിയാം, നീ കൂട്ടിന് വന്ന. പക്ഷെ ഒരു കാര്യം, നിനക്ക് പിള്ളേരെ തരാൻ പോവാ യേശു. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് മക്കളില്ല. ദൈവം എന്നോട് പറഞ്ഞേ, അടുത്ത വർഷം ഈ സമയത്ത് ഒരു തലമുറയെ നിന്റെ വീട്ടിലോട്ട് ദൈവം തരത്തക്ക പോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോവാ. കരമടിച്ചു വിളിക്കാൻ പറ്റുന്നവർ കരമടിച്ച നാമത്തെ ഉറക്കെ ഒന്ന് വിളിച്ച്